ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇന്നാണ് ആ ദിവസം. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ കുടുംബത്തിലൊരു പരിപാടി ഉണ്ടായിട്ട് ലാസ്റ്റ് കയറി ചെല്ലുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല, എന്നത്തെയും പോലെ ലേറ്റ് ആയി ചെല്ലുന്നത് ഞങ്ങൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ നേരത്തെ ഇറങ്ങി ഒരുങ്ങി കെട്ടി നിന്നാലും ഇറങ്ങാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നേരം വെക്കും. അങ്ങനെ ഫൈനലി നമ്മളെ കുടുംബക്കാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് ഇതൊന്നും വ്ലോഗിൽ ഇടല്ലേ മോളെ എന്ന് പറയണ എല്ലാവരും. പണ്ടേ ഭയങ്കര അനുസരണമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇവർ പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങ് കേട്ടുക. അപ്പൊ ഞാൻ ഇന്ന് എന്താ പരിപാടി എന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നാണ് ഈ വരുന്ന കാക്കാന്റെ എൻഗേജ്മെന്റ്. അങ്ങനെ ഫൈനലി കാക്കാക്കും കിട്ടിയൊരു പെണ്ണിനെ. ഇതാണ് നമ്മുടെ ഫാമിലി മെയിൻ ഫോട്ടോഗ്രാഫർ. അടുത്ത ഫാമിലിയിലത്തെ പരിപാടി കാക്കാന്റെ എൻഗേജ്മെന്റ് ആണ്. പക്ഷെ അതിന്റെ പുലിവൊന്നും കാക്കാക്കില്ല കേട്ടോ. ഇതാണ് ഈ കാക്കാന്റെ ഉപ്പ, ഉമ്മാന്റെ മൂത്ത ആങ്ങള. എൻഗേജ്മെന്റിന്റെ ഒരു പോഷൻ പോലും വിടാണ്ട് കാക്ക വീഡിയോ എടുക്കുന്നത്. കാക്കാണ് തീരെ ടെൻഷൻ ഇല്ലാത്തോണ്ടെന്ന് ഇരുന്നോടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആൾക്കാർ എണ്ണ എടുക്കുന്നുണ്ട്. കാക്കാന്റെ ഈ കളി കണ്ടിട്ട് അവിടുത്തെ ഒരു അമ്മായി കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തു. കാക്ക വെള്ളം കുടിക്കുമ്പോൾ പോലെ കാക്കാൻ കൈ വറക്കുന്ന നല്ലോണം കാണാം. ഇതാണ് കാക്കാന്റെ കുട്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡൊക്കെ തന്നു. അവിടെയാണ് ബിരിയാണി ആയിരുന്നു. ഞാൻ ബിരിയാണി കഴിക്കാത്തോടെ ഞാൻ വെറുംചോറാണ് കഴിച്ചത്. എന്റെ കൂടെ ഇരുന്ന് താത്തിയും വെറുംചോറിട്ട് അത് തീർത്തിട്ട് വേണം ബിരിയാണി ഇടാന്ന് പറഞ്ഞാൽ താത്ത നല്ല പോളിംഗ് ആണ്. കാക്കാന്റെ ഓളി നടുക്കിരിക്കുന്ന ആ കുഞ്ഞിന് ഓളെ കെട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ നട്ടി ഉണ്ടാക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ചെറിയൊരു ആഗ്രഹം കാക്ക കാരണം ഇല്ലാണ്ടായി. പിന്നെ നോർമൽ പരിപാടി പോലെ തന്നെ മുട്ടായി കൊടുക്കുക, ഫ്ലവർ കൊടുക്കുക, മോതിരം കൊടുക്കുക, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി. അങ്ങനെ അറ്റ്ലാസ്റ്റ് എല്ലാ പരിപാടിക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് വണ്ടി ചെറുതായിട്ടൊന്നും നിന്നെങ്കിലും ടൈം എടുത്ത് ശരിയാക്കിയിട്ടാണല്ലേ ആളെ പുരയിലെത്തി.